അള്ളാഹ് കണക്കാക്കിന്റെ ശിഫ കിട്ടും ഇല്ലേ? ആ രോഗത്തിൽ ഉമ്മ മരിക്കും, വാപ്പ മരിക്കും, നമ്മൾ മരിക്കും, നമ്മളെ മക്കൾ മരിക്കും, ഭാര്യ മരിക്കും, ഭർത്താവ് മരിക്കും. മരിക്കൂലേ? ആർക്കും തടഞ്ഞ എന്നാ ഡോക്ടർമാർ മരിക്കാക്കണ്ട, ഒരു മരിക്കണില്ലേ? എല്ലാവരും മരിക്കും. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ മുറിവായിട്ട് മാറൂല. അള്ളാന്റെ പരീക്ഷ അള്ളാഹ് തന്നു, അള്ളാഹ് കൊണ്ടുപോയി. ഇങ്ങനെ ഒരു ഫിക്ർ മുഅ്മിനെ കിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ തളരും, ചിലർക്ക് ഭ്രാന്താവും. ആരെങ്കിലും ഇഷ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിൻ പടയൂല, അവിടെ സ്റ്റേണായിട്ട് നിൽക്കും. കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്നതാണ്, ഇതെന്റെ റബ്ബിന്റെ ഇടപെടലാണ്, ഇതെന്റെ റബ്ബ് ഖളാ ചെയ്ത ഖളാ ഇവിടെ സംഭവിച്ചതാണ്, വേറൊന്നും എനിക്ക് പറയാനില്ല. എന്റെ റബ്ബിനത് ഇഷ്ടമാണ്, എന്നാ പിന്നെ ഞാനും അത് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞു മരണപ്പെടുമ്പോൾ ഒരു ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന പേരുള്ള ഒരു കൊട്ടാരം അല്ലാഹ് കൊടുക്കും. അപ്പോൾ സ്വർഗലോകത്ത് ഒരുപാട് കൊട്ടാരങ്ങളുടെ നിര കാണും. എല്ലാറ്റിന്റെ മുമ്പിലും പേരുണ്ടാവും ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു മരണപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാ റബ്ബേ, നിന്റെ വിധിയിൽ പൊരുത്തപ്പെട്ടു റബ്ബേ, വിഷമവും സങ്കടമൊക്കെ എനിക്കുണ്ട്, എന്നാലും അല്ലാഹുവേ നിന്റെ തീരുമാനമല്ലേ, അതെനിക്ക് ഖൈറായിരിക്കുമല്ലോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഉമ്മാക്കും വാപ്പാക്കും അല്ലാഹ് കൊടുക്കുന്ന വീടാണ് സ്വർഗത്തിലെ ബൈത്തുൽ ഹംദുകൾ.